ഹായ് കൂട്ടുകാരെ, ഞാൻ മേഴ്സി. ഇന്ന് എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു അത്ഭുതം തോന്നുന്നുണ്ടാകും. വലത് കൈയിൽ വലിയൊരു കൊന്തയും ഇടത് കൈയിൽ മാതാവിന്റെ ഒരു രൂപമൊക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ നിൽക്കുന്നു. മേഴ്സിക്ക് എന്ത് പറ്റിയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒന്നും പറ്റിയിട്ടില്ല കൂട്ടുകാരെ. ഞാൻ പറയാം എന്താണ് കാര്യമെന്ന്. എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുതന്നതാണ് ഈ ഒരു വലിയ കൊന്തയും അതുപോലെ ഈ മാതാവിന്റെ രൂപവും. ഞാനൊരു മാതാവിന്റെ ഭക്തയാണ് ഗൈസ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ചെയ്തു തരാറുണ്ട്. പ്രത്യേകിച്ചും കൃപാസന മാതാവ് പെട്ടെന്ന് തന്നെ സമയത്തിന്റെ എന്താ പറയുക, സമയഖണ്ഡിത മാതാവ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ചെറിയ സമയത്തുള്ളിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ കൃപാസന മാതാവിന് പ്രാർത്ഥിച്ചാൽ നടക്കും. അതുപോലെ തന്നെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടുകയും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയും പരീക്ഷയെ ജയിക്കുകയും വിദേശത്ത് പോവുകയും അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. കൃപാസന മാതാവ് അത്ഭുതം ചെയ്തതായിട്ട്. അതുപോലെ ഞാൻ ചെമ്പേരി ഇടവകക്കാരിയാണ്. ലൂർദ് മാതാവ് പള്ളിയാണ് ഞങ്ങളുടെ ചെമ്പേരി പള്ളി. ഇപ്പോൾ ലൂർദ് മാതാവിന്റെ മാതാവാണ് എൻ്റെ കയ്യിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ചെമ്പേരിയിൽ നിന്നും പപ്പ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു മിറക്കിളായിട്ട് തോന്നുകയാണ് ഗൈസ്. കാരണം ഞാൻ പപ്പയോട് ഒരിക്കലും ഈ മാതാവിനെ ഈ കൊന്തയെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഒത്തിരി മാതാവിൻ്റെ ഇങ്ങനത്തെ രൂപങ്ങളും അതുപോലെ തന്നെ എൻ്റെ ആൻറ്റി ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് ഇങ്ങനത്തെ ഒരു കൊന്ത കൊണ്ടു തന്നായിരുന്നു. അത് എൻ്റെ ചെമ്പേരിലെ വീട്ടിൽ ചുമ്മാ കിടക്കുവാണ്. ഇപ്പം ഞങ്ങളവിടെ താമസിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്ന ഹസ്ബൻഡിനോട് പറയണം ആ കൊന്ത എടുത്തുകൊണ്ട് വരണം. അതുപോലെ കബോർഡിൽ നിന്ന് ഒരു ഗ്രോട്ടോ ഒരു മാതാവിൻ്റെ രൂപവും എനിക്ക് കൊണ്ടു തരണമെന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറയാതെ തന്നെ ഹസ്ബൻഡ് ഇതിവിടെ കൊണ്ടു തന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഗൈസ്. കാരണം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാണ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമാണ്. ആ സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ പറയാതെ തന്നെ എനിക്കിത് കൊണ്ടു തന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ നിരൂപിച്ചാലും അത് ദൈവം തമ്പുരാൻ കാണുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്നിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ചെങ്കിലും പറയാൻ വിട്ടുപോയി. പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പേരൻസ് ഒക്കെ അഡ്മിറ്റ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു നാട്ടിൽ ചെന്നപ്പം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇവിടെ എത്തി എനിക്ക് പെട്ട് തുറന്നത് എൻ്റെ കയ്യിൽ തെറ്റ് തന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ മനസ്സിലെ ആഗ്രഹം മാതാവ് കണ്ടു. അങ്ങനെ എനിക്ക് എൻ്റെ സുന്ദരിയായിട്ടുള്ള മാതാവ് ചക്കര ഉമ്മ കൊടുത്തേക്കാം. എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കൈ കിട്ടി, എൻ്റെ കൈ കൊന്തയും കിട്ടി. ഇനി ഇത് ഇവിടുത്തെ പള്ളിയിൽ പോകുമ്പോൾ ഇത് വെഞ്ചരിച്ചിട്ട് ഇവിടെ വെക്കണം. ഇവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇത് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച രൂപമാണ്. പിന്നെ ഈ ചെറിയ രൂപം നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. അപ്പം ഇവിടെ ഈ കൊന്ത ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത്. വെഞ്ചരിച്ചതിന് ശേഷം ഇടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ മാതാവിനെയും കൊന്ത ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ എന്ത് കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ മാതാവിനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ പറയും മാതാവിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ, ഈശോയോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് ഞാൻ പറയുകയാണ്, ഈശോയോട് പറഞ്ഞാൽ സാധിക്കും. പക്ഷേ നമ്മൾ എന്ത് കാര്യവും അപ്പന്മാരോട് പറയുമ്പം അമ്മ വഴിയാണല്ലോ അപ്പൻ്റെ അടുത്ത് കാര്യം എത്തിക്കുന്നത്. എല്ലാ മക്കളും അങ്ങനെയല്ലേ. അപ്പം അതുപോലെ നമ്മൾ മാതാവിനെ കൂട്ടുപിടിക്കുന്നു, മാതാവ് അത് ഈശോയുടെ അടുത്ത് എത്തിക്കുന്നു. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം അതിലെ കല്യാണം എന്തിന് സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ള കാര്യമാണല്ലോ. വീഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. ശിഷ്യന്മാർ വെള്ളം വെച്ചു, അവർ വീഞ്ഞാക്കി. അങ്ങനെ അത്ഭുതം ചെയ്തതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മാതാവിനെ ഏൽപ്പിക്കാം. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ.